എല്ലാരും സൈലന്റ് ആയില്ലേ? പ്രാർത്ഥിക്കോ ലാസ്റ്റ് മാച്ചാന്നേ മിനിച്ചേക്കണേ. ആ റെഡിയാ 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 റെഡിയാ. റെഡി റെഡി. എന്റെ അമ്മോ, here we go. അത്രേ Eagle ഉള്ളൂ. Gaming X-Landis നടത്തുന്ന PvP ടൂർണമെന്റിന്റെ ഫൈനൽ ഡേയിലെ ഫൈനൽ മാച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആരാണ് ചാമ്പ്യൻ ആവാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആൻഡ് ഇത്രയും ദിവസം ഇവിടെ വന്നിരുന്ന ഈ ടൂർണമെന്റ് കണ്ട് സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും ഗോകുവിന്റെയും കാസ്റ്റേഴ്സിന്റെയും ബാക്കി ഡെവലപ്പേഴ്സിന്റെയും ഇതിന്റെ ബാക്കിലുള്ള എല്ലാവരുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക് യു പറയുന്നു. ആൻഡ് അഗെയിൻ ഞാൻ ഒരു കാര്യം പറയാം, ടിവിയുടെ ഹേറ്റേഴ്സ് ആയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടും ഒക്കെ ഒരുപാട് പ്ലേയേഴ്സ് കളിച്ച ഒരു ടൂർണമെന്റ് ആണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ സെർവറിന്റെ IP ഒരാൾ പോലും ലീക്ക് ചെയ്ത് പുറത്തു കൊടുത്തില്ല. റെസ്പെക്ട് ടു ഈച്ച് ആൻഡ് എവരി പ്ലേയേഴ്സ്, ഇതിനകത്ത് കളിച്ച് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഈച്ച് ആൻഡ് എവരി പ്ലേയേഴ്സിനോട് ഞങ്ങൾ അതിന് താങ്ക് യു പറയുന്നു. ഒരാൾ പോലും ആ ഒരു IP വെളിയിൽ അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ല. ആൻഡ് അതിന് പ്രത്യേക ഒരു നന്ദി പ്ലേയേഴ്സിനോട് എല്ലാവരുടെ അടുത്തും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ മാച്ചിൽ എന്നോടൊപ്പം ഞാൻ കമന്ററി ബോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു MRC ഗോകുവിനെയും അതുപോലെ തന്നെ ബ്രാവോ ഗെയിമിങ്ങിനെയും അതുപോലെ തന്നെ നമ്മുടെ ബാബു നമ്പൂതിരിയെയും. Here we go, the final match of the day. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫൈനൽസിന് ഇത്ര നാൾ കാത്തിരുന്ന ആ ഒരു ഫൈനൽസ്. അതും ലാസ്റ്റ് ആണ്. 3 ടീം തമ്മിലുള്ള ഫൈറ്റ്, DLX വേഴ്സസ് CM വേഴ്സസ് ആരൊക്കെയാണ്? വേറെ അടുത്ത ടീം മാഫിയ. ആദ്യം തന്നെ ഫൈറ്റ് കമ്മിറ്റ് ആവുന്നു. DLX വേഴ്സസ് CM വേഴ്സസ് മാഫിയ. DXലെ പ്രണവ് സേട്ടൻ അവിടെ പങ്കോച്ചയെ നോക്കാക്കുന്നു. പങ്കോച്ചയെ ഫിനിഷ് ചെയ്യുന്നു DLX. പ്രണവ് സേട്ടൻ ആദ്യത്തെ നോക്ക് പ്രണവ് എടുത്തിരിക്കുന്നു DLXന് വേണ്ടിയിട്ട്. ആൻഡ് CM അവിടെ കുറിപ്പിടാനി നോക്കാക്കി ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കളയുന്നു. കുറിപ്പിടാനി അവിടെ വൈപ്പ് ഓഫ് ആവുന്നു. മാഫിയയിലെ റഹ്മാൻ അലി കണ്ടം പിടിക്കുന്നു. ചരൺ അവിടെ അടുത്ത നോക്കിടുന്നു. ചരൺ അവിടെ മാഫിയ നറൂട്ടോ ഉച്ചിയെ നോക്കാക്കുന്നു. മാസ് കോയ അവിടെ മാസ് റെക്സിനെ സ്വന്തം ടീമിനെ അടിച്ചിട്ടുന്നു. ആൻഡ് CMലെ അടുത്തൊരു പ്ലെയറിനെ മാഫിയ കെൻഡോ അവിടെ നോക്കാക്കുന്നു. DLXലെ ബേൺ അവിടെ മാഫിയ ക്ലൗണിനെ നോക്കാക്കുന്നു. DLX രണ്ടും കൽപ്പിച്ചാണ് എന്ന് തോന്നുന്നു. ആൻഡ് ഇറ്റാലിയ വേഴ്സസ് ഈസി. ഇറ്റാലിയ അവിടെ ഈസി കിസ്സെ നോക്കാക്കുന്നു. ഇറ്റാലിയ വേഴ്സസ് ഈസിയിൽ ഒരു പ്ലെയറിനെ ഇറ്റാലിയ ഫിനിഷ് ഓഫ് ആക്കി ഒരു കില്ല് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇറ്റാലിയ വേഴ്സസ് ഈസിയുടെ ബാക്കി പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റാലിയ വേഴ്സസ് ഈസി നടക്കാനുള്ള ചാൻസ്. ഈ വട്ടം ഇറ്റാലിയ ഡ്രോപ്പ് ഫൈറ്റ് മാറിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈസിയുടെ ഡ്രോപ്പിലേക്ക് ഇറ്റാലിയ ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് നോക്കാം. നോക്കുകയാണെങ്കിൽ എൽ ക്ലാസിക്കോനും കുറച്ച് നല്ല പോയിന്റോടെ കില്ലോ പോയിന്റോടെ ജയിക്കുവാണെങ്കിൽ അവർക്ക് ഒരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരും ആ ഒരു ഡ്രോപ്പ് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ഇറ്റാലിയനെ വൈപ്പ് ചെയ്യാൻ പറ്റുമോ ഈസിക്ക് നമുക്ക് കണ്ടറിയാം. എന്തായാലും DLX നോക്കുകയാണെങ്കിൽ മാഫിയനെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാഫിയനെ CMനെയാണ് പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. നോക്കുകയാണെങ്കിൽ മാഫിക്ക് കുറച്ച് ബലം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പണി പാളാൻ ചാൻസ് ഉണ്ട്. DLX പുഷ് ചെയ്ത് വരുന്നുണ്ട്. DLX കറന്റ്ലി കുറച്ച് പോയിന്റ് കയറാൻ വേണ്ടി ചാരൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. മാഫിയ ജോയാണ് നോക്കായിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ DLX പുഷ് ചെയ്ത് തന്നെ വരുന്നു. ആ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി മാഫിയ ജോയിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. DLX ചാരൻ ഒരു പിക്ക്. ജോഷുവ അടുത്തൊരു പിക്ക് എടുക്കുന്നുണ്ട്. മാഫിയ റഹ്മാനാണ് നോക്കായിട്ടുള്ളത്. ജോഷുവ ചാരൻ അടുത്തൊരു പിക്ക്. കെൻഡുനെ നോക്ക് ചെയ്തിട്ടുണ്ട്. മാഫിയ എന്തായാലും പണി പാടിയിട്ടുണ്ട്. ഷേഡി മാത്രം ബാക്കി. ഷേഡി ട്രൈ ചെയ്യുന്നുണ്ട്. ഇല്ല, ജോഷുവ ഷേഡിനെ എടുത്തിട്ടുണ്ട്. DLX ഈ ഒരു സ്ഥലത്തേക്ക് മാഫിയനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ മാഫിയയുടെ ബാക്കി ടീംസ് എവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മാഫിയയുടെ ബാക്കി ടീമുകൾ എങ്ങോട്ടേക്കാണ് പോയെന്ന് നോക്കാം. മാഫിയയുടെ 2 പ്ലേയേഴ്സ് മാത്രമാണോ എലൈവായിട്ടുള്ളത്? എനിക്കെന്താ നേരത്തെ പറയാം, 2 പ്ലേയേഴ്സ് മാത്രമാണ് മാഫിയയുടെ എലൈവായിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഫൈനൽസ് നോക്കുവാണെങ്കിൽ ഫൈനൽസിലെ 4 മാച്ചിലും ആദ്യം വൈപ്പ് ആവുന്നത് മാഫിയയാണ്. മാഫിയയ്ക്ക് ഒരു രീതിയിലും ഈ ഒരു ടൂർണമെന്റിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. വെരി വെൽ പ്ലേഡ് മാഫിയ. നല്ലൊരു ബാഡ് ഡേ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി അതിനെ. മാസ് വേഴ്സസ് RZ7ന്റെ കംബാക്കിന് വേണ്ടിയിട്ട് RZ7 ഫൈറ്റ് എടുത്തേ മതിയാവൂ. അവരിനി ബാക്ക് ഓഫ് ചെയ്തൊന്നും കാര്യമില്ല. RZ7 വേഴ്സസ് മാസ് നടക്കുമോ നോക്കാം, നമുക്ക് നോക്കാം. ലീഡർ ബോർഡിൽ 5th ആണ് നിൽക്കുന്നത് RZ7. മാസ് നോക്കുവാണെങ്കിൽ കുറച്ച് നല്ല പോലെ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. സോ അവർക്ക് നല്ല പോലെ ഒരു 3-4 ടീമിനെ എടുത്താലേ പറ്റുള്ളൂ. RZ7 ഫൈറ്റ് എടുക്കുന്നു. വിസ്ഡമിന് നല്ല പോലെ ടാഗ് ഇട്ടിട്ടുണ്ട്. RZ7 വേഴ്സസ് മാസ്
നമുക്ക് നോക്കാം. സോ 2 ഏരിയയിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റാലി നോക്കുവാണെങ്കിൽ ഇറ്റാലി കറങ്ങി വരുന്നുണ്ട്. ഈസി ആയിട്ടൊരു ഫൈറ്റ് ആണ്. ഈസി മാറിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഈസി ഇവിടെ തന്നെ ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും സോൺ മാറിയിട്ടുണ്ട്. സോ ഇല്ല ഇറ്റാലി ഈസി തോന്നിക്കുന്നു. ആൻഡ് ഇറ്റാലിയ ഈസി നടക്കാനുള്ള ചാൻസസ് ഉണ്ടോ നമുക്ക് നോക്കാം. എന്തായാലും എല്ലാ ടീമിനും സോൺ കയറിയേ പറ്റുള്ളൂ. RC7 സോണിലോട്ട് കയറുമോ നോക്കാം. ബാക്ക് ഓഫ് ആവുന്നു. സോണിലോട്ട് കയറുന്നു. സോണിൽ ഒരു ഗേറ്റ് കീപ്പ് ചെയ്യാം. പക്ഷെ സോണിലോട്ട് ചെന്ന് കയറുന്നത് RC7 ചെന്ന് കയറുന്നത് ടീമാണ് CM-ന്റെ അടുത്തോട്ടാണ്. RSS7 പക്ഷെ ഇങ്ങനെ ഒരു ഗെയിം അല്ല വേണ്ടത്. RSS7 നല്ല കില്ലോട് കൂടി ഒരു #1 ലേക്കൊക്കെ എത്തിയാൽ മാത്രമേ RSS7 നല്ലൊരു പോയിന്റ് സെക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇവിടെ ഈസിയുടെ അടുത്തേക്ക് പുഷ് ചെയ്ത് വരുന്നുണ്ട് ഇറ്റാലിയ. സ്മോക്ക് ഇടുന്നു. ആംഗിൾ സ്മോക്ക് ഓഫ് ചെയ്യുന്നു. ആൻഡ് അവിടെ നോക്കാം. ആ ഒരു ഫൈറ്റ് എടുക്കാൻ തന്നെ തീരുമാനം ഇറ്റാലിയ ആ ഒരു ഫൈറ്റ് എടുക്കാനുള്ള തീരുമാനമാണ്. ഇറ്റാലിയക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ടോ? ഇറ്റാലിയക്ക് ടാഗ് കിട്ടില്ല. അവരകത്തേക്ക് കയറി അവർ ആ ബിൽഡിങ്ങിനകത്തോട്ട് പോവാണ്. 2 സൈഡിലായിട്ട് ഇറ്റാലിയക്ക് നല്ല ടാഗ് കിട്ടി. അഡ്മിന് പൊസക്കനെ പറഞ്ഞപ്പോഴൊക്കെ തലക്കും കിട്ടി. അഡ്മിന്റെ തലയ്ക്ക് തന്നെ ചന്തിക്ക് തന്നെ പൊളക്കനെ ഒരു അടി അതിന്റെ ഇടയ്ക്കൂടെ. ആൻഡ് ഇറ്റാലിയ വേഴ്സസ് എൽ ക്ലാസിക്കോ. ഒരു എൽ ക്ലാസിക്കോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഈ ഒരു ടീമിനെ വൈപ്പാക്കാൻ പറ്റിയ ഇറ്റാലിയ നല്ല പോലെ ഒരു സേഫ് സൈഡിലോട്ട് എത്തും. നമുക്ക് നോക്കാം. എന്തായാലും ഈസിനെ ഇറ്റാലിയ ഫൈറ്റ് എടുക്കുന്നു. ഈസിയിൽ എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് കുറവാണെന്നാണ് തോന്നുന്നത്. ഇറ്റാലിയ ഒരാൾ ഡൗൺ ആണ്. 9v10 ഫൈറ്റ് ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ നോക്കുവാണെങ്കിൽ ഇറ്റാലിയക്ക് ഒരേ ഒരു ഏരിയയിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അത് ഈ ഒരു ഏരിയയാണ്. ഇതിൽ കൂടെ മാത്രമേ ഇറ്റാലിയക്ക് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് ഗേറ്റ് കീപ്പ് ചെയ്യാണ് ഈസി. സോ ഇതിനൊറ്റ എൻട്രൻസ് ഉള്ള വേറെ ഒന്നും ഇല്ലല്ലോ. ഈ ഒരു എൻട്രൻസ് മാത്രം. ഈസി ഒരു മണ്ടത്തരം കാണിച്ചില്ലെങ്കിൽ ഇറ്റാലിക്ക് ഒരു നല്ലൊരു പണിയാണ് ഇപ്പം നിൽക്കുന്നത് സത്യം പറഞ്ഞ. സോ ഒരു 1 and only എൻട്രൻസ് ആണ്. അവിടെ CM വേഴ്സസ് മാഫിയ നടക്കുന്നു. മാഫിയയിലെ അവർ സെക്കൻഡ് ലാസ്റ്റ് അലൈവായിട്ടിരുന്ന പ്ലെയറിനെയും ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. CM ഇനി മാഫിയക്ക് ഒരു പ്ലെയർ മാത്രം ബാക്കി. പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ കളിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തുവാണേ. പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് ഇരിക്കുന്ന ടീമാണ്. ഇത് മരത്തിനകത്ത് ഇരുന്ന് ഒളിച്ചിരുന്ന് പാത്ത് ഫൈനൽ സർക്കിൾ വരെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവന്മാരുടെ അടുത്ത് ഇനി മിണ്ടത്തില്ല. മരത്തിൽ മിണ്ടത്തില്ല അളിയാ. ഇത് അതെന്താ ഒറ്റ ഒരാവിടെ അല്ല ഉള്ളു. ഇനിയിപ്പോ എന്തായാലും അവൻ നിന്ന് ആശ്വൻ അടിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അളിയാ. ഞാൻ അവനോട് പിന്നെ മിണ്ടത്തില്ല ഒരിക്കലും. ഇല്ല ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് 100 പേര് എടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ. നീ ആരെങ്ങനെ ഓമ്പിക്കാന്ന് പറഞ്ഞ നടക്കുന്നവരാ നീ നമ്മളെ അത്രയും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ക്ഷമാപണം നടത്തിയിരിക്കുകയാണ്. വായിൽ നിന്ന് അൺപാർലമെന്ററി ആയ ഒരു വാക്ക് വായിൽ നിന്ന് തെറിച്ച് വെളിയിൽ വീണ്. TV ഇവിടേക്ക് വരുന്നുണ്ട്. TVയുടെ തൊട്ടടുത്ത് ആരാണ്? TG ആണുള്ളത്. TG വേഴ്സസ് TV നടക്കുമോ? TVക്കും TGക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ്. TGക്ക് വളരെ അഗ്രസീവ് ആയിട്ടൊരു ഗെയിം പ്ലേ TGയുടെ സൈഡിൽ നിന്നും വേണം. എന്തായാലും നമുക്ക് നോക്കാം. സോ ഫൈനൽസ് ആണ്. ഫൈനൽ മാച്ചാണ്. ഈ ഒരു ഇതില് എല്ലാ ടീമും അടുപ്പിച്ചാണ് കുറച്ച് ലീഡർ ബോർഡിലേക്ക് നിൽക്കുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് ചാമ്പ്യൻ ആവുന്നതെന്ന്. എന്തും സംഭവിക്കാം. 12 ടീമുകളും 11 ടീമും എലൈവാണ്. ലിറ്ററലി ഒരു പ്ലെയർ മാത്രമേ മാഫിയക്കുള്ളൂ. ആൻഡ് സ്റ്റിൽ വി ക്യാൻ കൗണ്ട് ആസ് എ ടീം. 12 ടീമിൽ 12 ടീമും എലൈവായിട്ട് 108 പ്ലേയേഴ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ആൻഡ് ഈസിയിൽ ഒരു പ്ലെയർ നോക്കിയാൽ അവിടെ വൈപ്പ് ഓഫ് ആയി. അതേപോലെ CM-ലും കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റാലിയ ട്രൈങ് ടു ഗെറ്റ് ഔട്ട് സൈഡ് ഓഫ് ദ പ്രിസൺ. അവർക്ക് സോൺ ഔട്ടിലേക്ക് പോയേ പറ്റത്തുള്ളൂ. 2 ടീമും സോണിലേക്ക് പോകണം. ഈ ഒരു ഫൈറ്റ് ഈസിയും ഇറ്റാലിയയും എത്ര നേരം ഹോൾഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഇറ്റാലിയെ കംപ്ലീറ്റ്ലി ട്രാപ്പ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഈസിക്കും സോണിലേക്ക് പോകണം. അതുപോലെ ഇറ്റാലിയക്കും സോണിലേക്ക് പോകണം. രണ്ടുപേരുടെയും പ്ലാൻ എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ടുപേര് സോൺ ഡാമേജ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇറ്റാലിയ അപ്പുറത്തെ സൈഡിൽ കൂടെ എങ്ങനെയാലും ചാടി ഇറങ്ങാൻ പറ്റുമെന്നുള്ള രീതിയിൽ വഴി വെട്ടാനുള്ള ശ്രമം നോക്കിക്കൊണ്ടിരിക്കുന്നു ഇറ്റാലിയ. രണ്ടുപേരും ഹീൽ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈസി വേഴ്സസ് ഇറ്റാലിയ. വലുതായിട്ടൊരു ഡാമേജ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവര് സോൺ ആ ഒരു ഹീൽ ബാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്ലഫി ഒരു നോക്ക് എടുക്കുന്നു. ഫ്ലഫി 2 നോക്ക് എടുക്കുന്നു. 2 നോക്ക് എടുത്തിരിക്കുന്നു ഫ്ലഫി. 2 നോക്കും ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. CM വേഴ്സസ് RSS7.
CM വേഴ്സസ് RC7 കണക്കുന്ന നോക്കണമെങ്കിൽ CM ബാക്ക് ഓഫ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ RC7 ആ ഒരു കില്ല് വേണം തന്നെ ഉള്ള രീതിയിൽ തന്നെ പുഷ് ചെയ്ത് കയറി വരാൻ നോക്കുന്നു. പക്ഷേ വീണ്ടും തിരിച്ച് ബാക്ക് ഓഫ് ചെയ്യുന്നു. RC7 ആ ഒരു ഫൈറ്റ് എടുക്കാൻ നോക്കുന്നില്ല. ഓ എന്തായാലും പോയിന്റ് എന്തായാലും വേണം. അതുകൊണ്ട് തന്നെ മണ്ടത്തരം കാണിച്ച് പോയിന്റ് എടുക്കുന്നില്ല നമ്മൾ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് RC7 ബാക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം CMലെ ആ ഒരു 2 പിക്ക് RC7. എന്തായാലും ഈസി അവിടുന്ന് ലീവ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. സോ ഈസി അവിടുന്ന് ലീവ് ചെയ്യാനുള്ള കോളാണോ? അല്ല, ഈസി സ്റ്റിൽ ലീവ് ചെയ്തിട്ടില്ല. ഇറ്റാലിയ വെയിറ്റിംഗ്. ഇറ്റാലിയ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം പൊസിഷൻ ടേബിളിൽ കയറാൻ വേണ്ടി പോവാണെന്ന് തോന്നുന്നു. ഒരാൾ മാത്രം, ബാക്കി എല്ലാവരും ബലിയാടാവാനാണോ ചാൻസ്? എന്റെ ഇല്ല, ഈസി ലീവ് ചെയ്യണം. ഈസി ലീവ് ചെയ്യണം തോന്നുന്നു. ഈസി ലീവ് ചെയ്യണം. അതെ, ഈസി ലീവിങ്. ഈസി അവിടുന്ന് ലീവ് ചെയ്യുവാണ്. ലീവ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് അടിക്കാനാണോ അതോ ലീവ് ചെയ്യുകയാണോ? അല്ല, ഈസി അവിടുന്ന് ലീവ് ചെയ്യുവാണ്. ലീവ് ചെയ്യാണ്. ഓക്കെ. സോ ഫൈനലി ഈസി അവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ട്. സോ സോണിലേക്ക് പോയേ പറ്റത്തുള്ളൂ. രണ്ട് ടീമുകൾക്കും. അല്ലെങ്കിൽ ഇനി നല്ല ഡാമേജ് എടുക്കും. നല്ല ഡാമേജുകൾ. 3 മിനിറ്റ് 2 മിനിറ്റും 54 സെക്കൻഡുമാണ് സോൺ ഹോൾഡ് ഉള്ളത്. അടുത്തൊരു സോണൂടെ ടച്ച് ആകുമ്പോഴത്തേക്കിന് അവർക്ക് നല്ല രീതിയിൽ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഈസി അവിടുന്ന് ലീവ് ആയിട്ടുണ്ട്. ഓ, CMന്റെ തൊട്ടടുത്ത് തന്നെ DLX എടുത്തിട്ടുണ്ട്. ഈ DLX എന്തായാലും CMന്റെ പിറകെ തന്നെ വരുന്നുണ്ട്. RC7 ആയിരുന്നു ഇത്ര നേരം CMന്റെ പിറകിൽ. പക്ഷേ RC7ന്റെ സെക്കൻഡ് ലൈനപ്പ് DLX CMന്റെ പിറകെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ അളിയ ഫൈനൽ മാച്ച്. ബ്ലാക്ക് സ്ക്വാഡ് അടുത്തേക്ക് Z30 അവിടെ ഈസിയിലെ നരിയെ നോക്കാക്കുന്നു. ഈസി വീണിരിക്കുന്നു. അവിടെ നരി വീണു. ഈസി വേഴ്സസ് Z30 ആയിട്ടുണ്ട്. അവിടെ ഈസിയിൽ ഒരു പ്ലെയറും കൂടെ വീണിരുന്നു. 8 പ്ലേയേഴ്സിനെ വെച്ച് കളിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കുന്നു ഈസിക്ക്. ബ്ലാക്ക് സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ CMനെ പോവാൻ വേണ്ടി നോക്കി. ഇല്ല. ഓ, CM അറിഞ്ഞിട്ടില്ല. തൊട്ട് പിറകെ തന്നെ BS കാത്തിരിക്കുന്നു പുലിയെ പോലെ. CMനെ ടൈം കിട്ടുമ്പോ കേറി കടിക്കാൻ. സോ കടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു CMന്റെ മിക്കവാറും റുമിനിക. ഓക്കെ, കണ്ടു. ഒരു പ്ലെയറിനെ കണ്ടിട്ട് തിരിച്ചു പോയി. ഇവിടെ ഇവന്മാർ 50 പേരോട് കണ്ടില്ലേ? ഫ്ലാറ്റ് മാറിപ്പോയി എന്ന് പറഞ്ഞോണ്ട് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു ബ്ലാക്ക് സ്ക്വാഡിനെ അടിക്കാൻ. ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് CMന് നല്ല ടാഗ് കിട്ടുന്നു. സാത്താൻ താഴെ വീഴാനുള്ള സാധനം എന്റെ ഉമ്മ മേടിച്ചിട്ട് പോയതാണ്. ഓക്കെ, മേടിച്ച് താഴെ വീണു. സോ ബ്ലാക്ക് സ്ക്വാഡിലെ സാത്താൻ അവിടെ താഴെ വീഴുന്നു. നമുക്ക് നോക്കി നോക്കാം എന്ത് സംഭവിക്കാം. ആൻഡ് KVA വേഴ്സസ് CM. അവിടെ സാത്താൻ ഒറ്റയ്ക്കാവാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തും സംഭവിക്കാം. സാത്താൻ കേറാൻ പറ്റുന്നില്ല. കേറാൻ പറ്റിയില്ല. ഓ, സാത്താൻ അവിടെ നിന്ന് അടിച്ചൊരു നോക്ക് എടുക്കൂ. സാത്താൻ ഒരു നോക്കിന് വേണ്ടി ട്രൈ ചെയ്യോ? ഇല്ല, അടിച്ചില്ല. ക്യൂബൻ അവിടെ ആദ്യത്തെ നോക്ക് എടുക്കുന്നു. ക്യൂബൻ ആദ്യത്തെ നോക്ക് എടുത്തു. രണ്ടാമത്തെ ആൾക്ക് മെർസാക്കറിന് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഹീൽ ചെയ്ത് ഓടുകയാണ്. ആൻഡ് ക്യൂബൻ ആ നോക്ക് ഫിനിഷ് ഓഫ് ചെയ്യുന്നു. നോക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ടാഗ് കയറുന്നുണ്ട്. ബ്ലാക്ക് സ്ക്വാഡ് പിറകെ പോയി തന്നെ പിടിക്കുന്നുണ്ട്. CMനെ വെറുതെ വിടുന്നില്ല. ബ്ലാക്ക് സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ നല്ല ടാഗ് പിക്ക് എടുക്കുന്നുണ്ട്. കറുപ്പിന്റെ വക പിക്ക് CMന് നല്ല പോലെ ടാഗ് ചെയ്തിട്ടുണ്ട്. 3 പേരാണ് ഇനി ബാക്കിയുള്ളത്. CMനല്ല 5 പേരാണ് ബാക്കിയുള്ളത്. CMന് നോക്കുകയാണെങ്കിൽ നല്ല പോലെ ടാഗ് കൊടുക്കുന്നത്. ടാഗ് ഇടുന്നത് വിടാതെ പിടിക്കുന്നുണ്ട് ബ്ലാക്ക് സ്ക്വാഡ്. ഒരു നല്ല പോലെ തന്നെ പോയിന്റ് ടേബിൾ കയറാൻ തന്നെയാണ് ഇരിക്കുന്നത്. പിറകെ ഓടിയിട്ട് അടിക്കാണ് ബ്ലാക്ക് സ്ക്വാഡ്. നോക്കുന്നത് പുറകിലാരോ വരുന്നു. അവരുടെ CM ബ്ലാക്ക് സ്ക്വാഡിന്റെ പുറകിൽ അവിടെ മാസും DLXും CMും BSും പാക്കുവിന്റെ കണ്ണും എല്ലാം നമ്മൾ ഇവിടെ കടത്തോട്ട്. പക്ഷേ പാക്കു മാത്രം കാണുന്നില്ല. DLS വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ് നടക്കുമ്പോ നമുക്ക് കണ്ടറിയാം. പോയിന്റ് ടേബിളിൽ അടുത്തടുത്ത് നിൽക്കുന്ന പറഞ്ഞു
ഹൈഡ്ര ഒരു പിക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ DLX കറക്റ്റ് ടൈമിൽ തന്നെ പിറകിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ പോകുന്ന DLX. പക്ഷേ ആ ഒരു ടൈമിൽ മാസ് തേർഡ് പാർട്ടി എടുക്കാൻ വരും നമുക്ക് കണ്ടറിയാലും ബ്ലാക്ക് സ്കോഡ് പിറകിലോട്ട് കറന്റ് നോക്കുവാണെങ്കിൽ പോയിന്റ് ടേബിളിൽ RSS7X DLX ആണ് ടോപ്പ് ഓഫ് ദ ഫ്രാഗ് വയ്ക്കുന്നത്. 7 ഫ്രാഗോട് കൂടി RSS7X DLX ആണ് ഏറ്റവും കൂടുതൽ ഫ്രാഗ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇവർക്ക്. അതിന്റെ പുറകെ KVA വരുന്നു പുറകെ കൂടെ. KVA അല്ലേ അത്? ലെഫ്റ്റിൽ നോക്ക്. എന്റെ പൊന്ന് പാക്കു. TVA ഒരു ഫൈറ്റ് നടക്കാനുള്ള ചാൻസ്. രണ്ടുപേരും ബ്ലാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. BS വിറ്റോ അവിടെ DLXലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. ഫിനിഷ് ആക്കിയിട്ടില്ല. ഓക്കെ, സോണില് മാസ് അൻപാൻ വീഴുന്നു. വിറ്റോ അവിടുത്തെ DLXലെ ഗ്രീസ്മാനെ അവിടെ വിറ്റോ ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. KVA DLX-നെ ഫോളോ ചെയ്യുന്നു. DLX-നെ ഫോളോ ചെയ്ത് RC7 വരുന്നു സെയിം ലൊക്കേഷനിലോട്ട്. എന്റെ പൊന്നെ, അതിന്റെ ഇടയ്ക്കോട്ട് ബ്ലാക്ക് സ്കോഡും. ഇവിടെ ഒരു പെരുന്നാൾ അടിക്കുള്ള സാധ്യത. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ മാഫിയയിൽ ഇവനോട് മിണ്ടത്തില്ല. ഇവ സോണോട്ടിൽ ഇപ്പോഴും ഇരിക്കുവാണ് ചാവാതെ. ഉറപ്പായിട്ട് ഞാൻ അവനെ അടുത്ത ടൂർണമെന്റിൽ മിണ്ടത്തില്ല. അവൻ ലോബി വന്നാലും അവൻ ഇപ്പോഴും മാഫിയയിലെ അവസാനത്തെ പ്ലെയർ സോണിന് വെളിയിൽ ഇരിക്കുന്നു. ഈൽ ബാറ്റിലാണെന്ന് തോന്നുന്നു. ഇറ്റാലിയ ഒന്ന് സ്പെക്ക് ചെയ്യണം. ഇറ്റാലിയ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഇറ്റാലിയ ഒന്ന് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇറ്റാലിയ മഞ്ഞാന്ന് തോന്നുന്നു. ഇറ്റാലിയ സോണിലേക്ക് എത്തിയിരിക്കുന്നു. ഇറ്റാലിയ ഫൈനലി അവര് ഹീൽ ബാറ്റ് സോണിലെത്തിയിരിക്കുന്നു. സോൺ ടിപ്പിലേക്ക് എത്തിയിരിക്കുന്നു ഇറ്റാലിയ അവിടെ തൊട്ട് ബാക്കിൽ Z30 ബാക്കിലേക്ക് ഇറ്റാലിയ എത്തുന്നുണ്ട്. പക്ഷെ വീണ്ടും സോൺ മാറിയിരിക്കുന്നു. ഇറ്റാലിയക്ക് വീണ്ടും കുറെ ദൂരം പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കുന്നു. വീണ്ടും അവിടെ അടുത്ത സോൺ മാറി. സോ പക്ഷേ ഒരു 3 മിനിറ്റ് സോൺ ഹോൾഡ് ഉള്ളത് കൊണ്ട് അവർക്ക് ആശ്വാസമുണ്ട്. അടുത്ത സോണിലേക്ക് അവർക്ക് ഓടിക്കയറാം. സാഗുരു ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ഗൈസ്. അതുപോലെ സാഗുരുവിന്റെ പുതിയ സെർവർ വന്നിട്ടുണ്ട്. നമ്മുടെ RDR സെർവർ അവരുടെ സെർവർ വന്നിട്ടുണ്ടായിരുന്നു. സെർവറിന്റെ പേര് അതിന്റെ പേര് മറന്നുപോയി ഞാൻ. സിറ്റിസൺ ഓഫ് ഇന്ത്യാന എന്നാണ് RDR സെർവറിന്റെ പേരെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ RDR കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു ജോയിൻ ഗൈസ്. ആൻഡ് ഇവിടെ BS വേഴ്സസ് മാസ് നടക്കാനുള്ള ചാൻസ്. കണ്ടോണ്ടിരിക്കുന്ന മാസിനോ BS നോക്കുകയാണെങ്കിൽ നല്ലപോലെ ടാഗ് വരുന്നുണ്ട്. കാർപ്പിൻ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് നല്ലപോലെ കുറഞ്ഞിട്ട് പറപ്പ് വീഴുമ്പോ ഒന്ന് കണ്ടറിയാം. മാസിന്റെ ഒരു മാസ് പിക്കാണ് നമ്മൾ കാണുന്നത് പോലെ. കറുപ്പ് എന്തായാലും കറക്റ്റിന്റെ ഒരു സ്മോക്ക് ഇട്ടിട്ട് ആ ഒരു കവറിൽ കയറി ഓടിയിട്ടുണ്ട്. BS എന്തായാലും താഴ്ത്തു പോയിട്ടുണ്ട്. മാസ് ഈ ഒരു മൗണ്ടനിലെ സോൺ വരും എന്നുള്ളൊരു ഇതിലാണ് മാസ് ഹൈറ്റ് അഡ്വാൻറ്റേജ് പിടിച്ചു വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. 12 ടീമും 100 പ്ലേയേഴ്സാണ് ലൈവ് ഉള്ളത്. 100 പ്ലേയേഴ്സും വീണ്ടും ഒരു മൗണ്ടൻ സോൺ ആയിരിക്കുമോ ഇത്? CMലെ രണ്ടാമന്മാര് മേളിൽ മലയിൽ കയറി നിപ്പുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. കത്തിരിക്കാന്നൊക്കെ പറയണത് പോലെ. സിംഗറുണ്ട് അപ്പൊ Z30 നടക്കുന്നു. TV മസ്സിനിടെ പക്ഷെ ഡോർക്കി അവിടെ വീണു. ഡോർക്കി വീണു അവിടെ. TVക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുമോ? ഡോർക്കി അവിടെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. Z30 റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിൽ എത്തി ഡെവിൻ എത്തി അവിടെ. ഡെവിൻ അവിടെ എത്തിയിരിക്കുന്നു. ആൻഡ് ഇവിടെ TVക്ക് പണി പാളാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമുക്ക് നോക്കാം. ഡെവിന് ഇറ്റാച്ചി നോക്കാക്കുന്നു. ഡെവിനെ അവിടെ ഇറ്റാച്ചി നോക്കായി. ഡോർക്കി അവിടെ ഫിനിഷ് ഓഫ് ആയി പോയി TVക്ക്. ആൻഡ് ഡെവിനെ അവിടെ നിന്ന് റിവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം നോക്കാം. ഇല്ല, ഡിവൈനെ അവിടെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റാച്ചി സെക്യൂറിങ് അനദർ കിൽ ഫോർ TV. വസ്രേൽ അവിടെ നീൽഗോട്ടിനെ നോക്ക് ചെയ്യുന്നു. വസ്രേൽ അവിടെ നീൽഗോട്ടിനെ നോക്ക് ചെയ്യുന്നു. ആൻഡ് നമുക്ക് ടോറസിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ആരാണ് അഗ്രസീവായിട്ട് ഒരു ഫൈറ്റ് എടുക്കുന്നതെന്ന്. Z30 പുഷ് ചെയ്ത് പോകാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ആൻഡ് ടിവിയുടെ പ്ലേസിന് നീലിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നീലിന് നല്ല ടാഗ് കിട്ടി. ഒരു ഹയർ ആംഗിൾ അവർ വിട്ടുകൊടുത്തു. സാവേജ് താഴെ വീണിട്ടുണ്ട്. സാവേജ് നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സ്റ്റീവ് വസ്രേൽ അവിടെ നീൽഗോട്ടിനെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ആൻഡ് താഴെ ഇറങ്ങി ഫൈറ്റ് എടുക്കാൻ പക്ഷേ ഒരു ഹയർ ആംഗിൾ എടുത്തിട്ടുണ്ട് അവിടെ. അവിടെ വീഴുന്നു. ജുഗ്രുവിന്റെ പോക്ക നല്ല Z30 ആന്റണി അവിടെ വീഴുന്നു.
ഇസുതടി ആന്റണി അവിടെ വീഴുന്നുണ്ട്. ആൻഡ് 2 പ്ലേയേഴ്സ് ഹയർ ആംഗിൾ എടുത്തിട്ടുണ്ട്. നല്ല ടാഗ് ഇട്ടാൽ പക്ഷേ ഇൻസ്റ്റന്റ് അവിടെ ഒരു റിവൈവൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നീലകണ്ഠൻ നല്ല ടാഗ് കൊടുക്കുന്നു. ടോറസ് അവിടെ വീഴാനുള്ള ചാൻസ് ഉണ്ടോ? നീലകണ്ഠൻ അവിടെ ജുഗ്രുവിനെ നോക്കാക്കുന്നു. നീലകണ്ഠൻ വീഴാനുള്ള ചാൻസ് ഉണ്ട്. നീലകണ്ഠൻ വീണു. ടിവിക്ക് 3 പ്ലേയേഴ്സ് ഫിനിഷ് ഓഫ് ആയി പോകുന്നു. ആൻഡ് ടിവിയെ വേഴ്സസ് Z30. ഇറ്റാച്ചി തിരിച്ചു വന്നിട്ടുണ്ട്. ഫെക്സറിനെ അടിക്കുന്നുണ്ട്. മാസ് ബുള്ളോപ്പി അവിടെ ഒരു അടുത്തൊരു നോക്ക് എടുക്കുന്നു. ടിവിയെ നല്ല രീതിയിൽ സ്പ്ലിറ്റ് ഓഫ് ആയി പോയി. ടിവിക്ക് നല്ല ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇറ്റാച്ചി അവിടെ നോക്കാവുന്നു. ഇറ്റാച്ചിയെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് ടിവിയെ വേഴ്സസ് സ്റ്റീവ് അവിടെ നോക്കാനുള്ള എല്ലാ ചാൻസും. ടിവിയെ വേഴ്സസ് Z30. ആൻഡ് ടോറസ് അവിടെ നോക്കാവുന്നു. ടോറസ് നോക്കായിരിക്കുന്നു. ആൻഡ് സ്റ്റീവ് അവിടെ നോക്കാനുള്ള സാവേജ് അവിടെ നോക്ക് എടുക്കുന്നു. ആൻഡ് അടുത്ത സാവേജിനെ നോക്കാക്കുന്നു. സ്റ്റീവിനെ നോക്കാക്കുന്നു. സ്റ്റീവിന് അസീം അവിടെ ഇറ്റാച്ചിയെ ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഒരു 2v3 ആണോ? ഇല്ല, Z30ക്ക് ഇഷ്ടം പോലെ പ്ലേയേഴ്സ് എലവുണ്ട്. ആൻഡ് വില്ലു പ്രൊഫസർ അവിടെ അസീമിനെ നോക്കാക്കുന്നു. സ്നൈപ്പ് അവിടെ ഫിനിഷ് ഓഫ് ആയി പോകുന്നു. വില്ലു അവിടെ നോക്കാവുന്നു. ആൻഡ് നീലിന് അവിടെ പണി കിട്ടിയിട്ടുണ്ട്. നീലിന് ടിവിക്ക് മൊത്തത്തിൽ പണി കിട്ടി. കളി പോയിരിക്കുന്നു ടിവിയുടെ കയ്യിൽ നിന്ന്. ഡെസ്ട്രോ വേഴ്സസ് ഫെക്സർ. ഡെസ്ട്രോയെ ഫെക്സർ അടിച്ചിരുന്നു. ഡെസ്ട്രോയെ അവിടെ ഫെക്സർ ഇട്ട്. ടിവിക്ക് ഒരു പ്ലെയർ മാത്രമാണ് കറന്റ് ബാക്കിയുള്ളത്. ടിവിക്ക് കില്ലുകളൊന്നും തന്നെ 3 കില്ല് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ടിവിക്ക് ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. എന്തായാലും നമുക്ക് നോക്കാം. തൊട്ട് ബാക്കിലായിട്ട് RC7 ഉണ്ട്. തൊട്ട് ബാക്കിൽ അവിടെ RZ7 ഉണ്ട്. അവിടെ Z30 അവരുടെ പ്ലേയേഴ്സിനെ എല്ലാം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. സോ നോക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ സ്പ്ലിറ്റ് ആയി പോയി ടിവിയെ. അതുകൊണ്ട് തന്നെ ആ ഒരു പണി നല്ലപോലെ കിട്ടുന്നുണ്ട്. കാരണം 2 സൈഡിലും ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്താണ് C30 നല്ലപോലെ കളിച്ചത്. അത് പക്ഷേ റീഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പണി പാളി ടിവിയുടെ കയ്യിൽ. ഇപ്പം നീല് മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ടിവിക്ക് പോയിട്ടുണ്ട്. സോ ഒരു കംബാക്ക് ആരുടെ സൈഡിൽ നിന്ന് ആർക്കായിരിക്കും എന്ന് ടിവിക്ക്. കാരണം 3 പോയിന്റും അതുപോലെ തന്നെ ആഷ് ഇപ്പോൾ വൈപ്പ് ഓഫ് ആവുകയാണെങ്കിൽ ആഷ് 12 ഫസ്റ്റ് വൈപ്പ് ആവുന്ന സ്കോഡ് ആവേണ്ടി വരും. നീല് വൈപ്പ് ഓഫ് ആവുകയാണെങ്കിൽ ആദ്യം എലിമിനേറ്റ് ആവുന്ന ടീം ടിവി ആയിരിക്കും. നീലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സോ നീലിന്റെ സർവൈവൽ ചാൻസ് വളരെ കുറവായിരിക്കും. സോ നീൽ ആൻഡ് ടിവിയെയാണ് മാഫിയേക്കാളും മുമ്പിൽ വൈപ്പ് ഓഫ് ആവുന്ന 3 പോയിന്റോട് കൂടി ടിവിയെ വൈപ്പ് ഓഫ് ആയി പോകുന്നു. ആൻഡ് 73 പോയിന്റ് മുകളിൽ വരുന്ന ഏത് ടീമിനും #2 വരാൻ പറ്റുന്ന ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. 73 പോയിന്റ്സ് ആണ് കറന്റ് ടിവിയുടെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 11 ടീമുകൾ 84 പ്ലേയേഴ്സുമാണ് നമുക്ക് ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം എന്തായാലും. അടുത്തൊരു ടീം. സോ നോക്കുവാണെങ്കിൽ 11 ടീം ബാക്കി, 84 പ്ലേയേഴ്സ് ആണ് ബാക്കിയുള്ളത്. സോ ഒരു ടിവിയെ തന്നെ ആദ്യം പോയോണ്ട് തന്നെ ഇനി ആ ഒരു പോയിന്റ് ടേബിൾ കയറാൻ ഇനി കുറച്ച് പേർക്കൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ നോക്കാം. സോ പോയിന്റ് ടേബിളിലേക്ക് ഇനി വരാൻ എന്തായാലും TGAക്കും എൽ ക്ലാസിക്കോയ്ക്കും RZ7 ഒക്കെ ചാൻസ് ഉണ്ട് സെക്കൻഡിലേക്ക് വരാൻ. ആൻഡ് നമുക്ക് നോക്കാം. ഒസാക്ക അവിടെ മാഫിയയിലെ ലാസ്റ്റ് പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. ഒസാക്ക 10 ടീമും 81 പ്ലേയേഴ്സും വരെയായിട്ടുള്ള ഈ ഒരു സോൺ ഫൈനൽസിന്റെ ഫൈനൽ മാച്ച് 5 കിൽ എടുത്തിട്ടുണ്ടല്ലേ? 5 കിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോഴാണ് കിൽ പോയിന്റ് അപ്ഡേറ്റ് ആയത്. അപ്പൊ 5 കിൽ എടുത്തിട്ടുണ്ട്. 81 പോയിന്റിന് മുകളിൽ ആരെടുത്താലും അവർക്ക് #2 വരാൻ പറ്റുന്നതായിരിക്കും. 81 പോയിന്റ്. സോ നോക്കുകയാണെങ്കിൽ C13 DLX ആണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഫ്രണ്ട് നിൽക്കുന്നത്. ഈ ഒരു മാച്ചില് ഫൈനൽസ് ആണ്. വീണ്ടും ഒരു മൗണ്ടനിലോട്ടാണ് ആ ഒരു സോൺ വരുന്നത്. സോ ആദ്യം ഈ ടൂർണമെന്റ് ഫൈറ്റ് ആയി. സോ TGA സോൺ ഔട്ടിലാണ് സ്റ്റില്. നോക്കുവാണെങ്കിൽ ഒരു ഫൈനൽ മാച്ച് ഫസ്റ്റില് ഒരു മൗണ്ടൻ സോൺ ആണ് വന്നത്. അതേപോലെ തന്നെ ഫൈനൽസിന്റെ ഫൈനൽ മാച്ചും ആ ഒരു മൗണ്ടൻ സോൺ തന്നെ ആയിരിക്കും വരുന്നത് മിക്കവാറും. സോ നമുക്ക് കണ്ടറിയാം. ആരെങ്കിലും ഇപ്പൊ തന്നെ മൗണ്ടൻ പിടിച്ചു വെച്ചിട്ടുണ്ടോ നമുക്കൊന്ന് കണ്ടറിയാം. എന്തായാലും പാക്കൊന്ന് നോക്കേണ്ടതാണ്. മാസാണ് ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ മാസിലെ പ്ലേയേഴ്സ് അംഗം കുറവാണല്ലേ? 5 പേര് ഉണ്ട്. ഓക്കെ, 4, 5, 6, 7, 8, 9 പേര്. 9 പേര്. ഓക്കെ. 10 പ്ലേയേഴ്സും അതുപോലെ 10 ടീമും അതുപോലെ 83 പ്ലേയേഴ്സുമാണ് കറന്റ് എലൈവ് ആയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താകുമെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ വി ഗോ. ഇവിടെ RZ7 എക്സസ് ഇറ്റാലിയ നടക്കാനുള്ള ചാൻസ്. RZ7 വേഴ്സസ് ഇറ്റാലിയ.
ഇറ്റാലിയ നല്ല പോലെ ആ ഒരു പൊസിഷൻ പിടിച്ചു നിർത്താൻ തന്നെ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് ഓ, BSC ആയിരിക്കും KVA versus KVA. KVA versus KVA നടന്നിരിക്കുന്നു. KVA ബച്ചീറ നോക്കായിരിക്കുന്നു. കോയ ഒരു നോക്കിട്ടിരിക്കുന്നു. KVA versus KVA നടക്കുന്നു. നമുക്ക് നോക്കാം എന്ത് കക്കാശി അവിടെ നോക്കാവോ? കക്കാശി നോക്കായില്ല. കക്കാശി ബിറ്റോ അവിടെ കക്കാശി നോക്കാക്കുന്നു. സാത്താൻ അവിടെ KVA അപ്പീലെ പാറ്റേൺ നോക്കാക്കുന്നു. ബിറ്റോ അവിടെ അടുത്ത് നോക്കിയിരിക്കുന്നു. ആൻഡ് KVAക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ബ്ലാക്ക് സ്കോഡ് സിദ്ധു അവിടെ നോക്കിടുന്നു. ക്യൂബൻ അവിടെ ഒരു നോക്കെടുക്കുന്നു. ഡ്രേക്കനെ അവിടെ വിംബി അടിക്കുന്നുണ്ട്. വിംബി വേഴ്സസ് ഡ്രേക്കൻ. BS സാത്താൻ അവിടെ ക്രിസ്ത്യൻ നോക്കാക്കുന്നു. ഡ്രേക്കൻ മാത്രമാണോ? KVAക്ക് ബാക്കി നോക്കാം. KVAക്ക് ബാക്കി ആരാണ് നോക്കുക? KVAക്ക് ഡ്രേക്കൻ. വെരി ക്രൂഷ്യൽ മാച്ച് ഫോർ ബ്ലാക്ക് സ്കോഡ്. ടോപ്പിലേക്ക് വരണമെങ്കിൽ ബ്ലാക്ക് സ്കോഡിന് ഫൈറ്റ് എടുത്തേ മതിയാവുള്ളൂ. ബ്ലാക്ക് സ്കോഡ് കറന്റ് 9 കില്ല്. ആൻഡ് ഇറ്റാലിയ KVA അടുത്തേക്ക് വന്നിരിക്കുന്നു. ഇറ്റാലിയ വേഴ്സസ് KVA നടക്കാനുള്ള ചാൻസ്. ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്കോഡ് നടക്കുമെന്ന് നോക്കാം. ഹിറ്റ്മാനെ അവിടെ BS ദ കോയ ഫിനിഷ് ചെയ്ത് കളയുന്നു. ആൻഡ് ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്കോഡ്. ബ്ലാക്ക് സ്കോഡ് നല്ല പോലെ തന്നെ ആ ഒരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. KVA വേഴ്സസ് KVA നമ്മൾ കണ്ടത് അതില് ബ്ലാക്ക് സ്കോഡ് ആണ് ഇപ്പോ നമ്മുടെ പ്ലേയേഴ്സ് കൂടുതലുള്ളത്. ഇറ്റാലിയ നോക്കണമെങ്കിൽ ആ ഒരു ഫൈറ്റ് എടുക്കാതെ തന്നെ ഇറ്റാലിയ റൊട്ടേറ്റ് ചെയ്ത് കയറുന്നുണ്ട്. KVAയിലെ ഡ്രേക്കൻ എന്തായാലും അവിടെ മരമായി മാറി. ഇനി എന്താണെങ്കിലും KVAക്ക് ആ ഒരു പൊസിഷൻ പോയിന്റ് വെച്ചിട്ട് വലുതായിട്ട് ഇമ്പാക്ട് ഒന്നും ലീഡർ ബോർഡിൽ വരാൻ സാധ്യതയില്ല. സോ നമുക്ക് നോക്കാം. RC7 ഓക്കെ, RC7 വേഴ്സസ് TJ നോക്കുന്നുണ്ട്. TJ സോണിന്റെ അത് കയറുമ്പോൾ തന്നെ RC7 നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. TJ വേഴ്സസ് RZ7 നടക്കുമെന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. RZ7 നല്ല പോലെ ടാഗ് കിട്ടുന്നു. നല്ല പോലെ മാസ് അൺബാൻ അവിടെ ഈ മാസ് വേഴ്സസ് ഈസി നടക്കുന്നു. മാസ് വേഴ്സസ് ഈസി നടക്കുന്നുണ്ട് അവിടെ. മാസിലെ 2 പ്ലേയേഴ്സ് ഈസിയിലെ പ്ലേയേഴ്സിനെ അടിച്ചിട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എവിടെയാണെന്ന്. മാസ് വേഴ്സസ് ഈസി ആൻഡ് മല ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സ്റ്റിൽ അവർ 2 പ്ലേയേഴ്സ് താഴെ പോയിട്ടുണ്ട്. ബാബയും വോൾട്ടിനും താഴെ വീണു. ആൻഡ് Z30 ഒരു പ്ലെയർ അവിടെ KVAയിലെ ഡ്രേക്കിനെ ലാസ്റ്റ് മാനേജ് എടുക്കുന്നു തോന്നുന്നു. 9 ടീമുകൾ മാത്രം ബാക്കി. 73 പ്ലേയേഴ്സ് ആണ് കറന്റ് നമുക്ക് ഇലയുള്ളത്. സോ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ താഴോട്ടാണ് സോൺ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴ്ന്ന് നമ്മുടെ മാസിന്റെ അടുത്തോട്ട് വേറെ ടീമും വരുന്നുണ്ട്, പുഷ് ചെയ്ത് വരുന്നുണ്ട്. മാസിന്റെ അടുത്ത് ECM അതുപോലെ തന്നെ താഴെ ഇറ്റാലിയ. യെസ്. സോ ഇനി RC7 TJ ആണ് സോണിൻ്റെ അകത്ത് വരുന്നത്. സോ TJ നോക്കുകയാണെങ്കിൽ RC7 നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. ലോഡ് ഫ്ലാക്കോ അവിടെ വീണിട്ടില്ലെന്ന് തോന്നുന്നു. വീഴുമെന്ന് തോന്നുന്നു. ഓ, അവിടെ ബ്ലാക്ക് സ്കോഡ് അവിടെ പുഷ് ചെയ്ത് വന്നു. ഫ്ലിക്ക് അവിടെ ആയത്തെ നോക്കെടുക്കുന്നു. ഫ്ലിക്ക് അവിടെ നോക്കുന്നു. വിംസി ഒരു നോക്കെടുക്കുന്നു. സാത്താൻ അവിടെ തിരിച്ചൊരു നോക്കെടുക്കുന്നു. സാത്താൻ ആൻഡ് അവിടെ പപ്പു ഒരു നോക്കെടുക്കുന്നു. ദിനൂബ് ഒരു നോക്കെടുക്കുന്നു. വിംപി ഒരു നോക്കെടുക്കുന്നു. തലപ്പതി ഒരു നോക്കെടുക്കുന്നു. വിറ്റോ അവിടെ നോക്കാവുന്നു. RZ7 ദിനൂബ് സ്പൈഡിയെ നോക്കാക്കുന്നു. ആൻഡ് ലോഡ് ഫാൽക്കോ ഒരു നോക്കെടുക്കുന്നു. ആൻഡ് കറക്റ്റ് സമയത്ത് പുറകിൽ നിന്നും അടി വരുന്നുണ്ട് 2 പേർക്കും. തലപ്പതി അവിടെ നോക്കെടുക്കുന്നു. ജിൻസക്കായി അവിടെ നോക്കെടുക്കുന്നു. TJ കറക്റ്റ് RZ7 അവിടെ ബ്ലാക്ക് സ്കോഡിനെ വൈപ്പ് ഓഫ് ആക്കി കളഞ്ഞു. പക്ഷെ കറക്റ്റ് സമയത്ത് TJയുടെ തേർഡ് പാർട്ടി TJ അവിടെ ഫ്ലാക്കോക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ആൻഡ് എന്തായാലും അവിടെ തലപ്പതി വീഴാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. തലപ്പതി വീണു. RZ7 റോബ് ലൂക്കി അവിടെ തലപ്പതിയെ നോക്കാക്കുന്നു. അവിടെ ഇൻസ്റ്റന്റ് ഒരു റിവൈവൽ നടക്കുമോ? നമുക്ക് നോക്കാം. TJ എന്തായാലും പുഷ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു റിവൈവ് എന്തായാലും പോസിബിൾ ആണ്. പക്ഷേ ഓക്കെ, വീണ്ടും സ്മോക്ക് ഇട്ടിട്ട് ആ ഒരു റിവൈവൽ ചെയ്യാണ്. നോക്കണേ, EC വീണ്ടും താഴെ വീണ് നോക്കായിട്ടുണ്ട് ക്വാർട്ടർ. സോ ക്വാർട്ടർ എന്തായാലും തീർന്നിരിക്കുന്നു. ECയിലെ പ്ലേയേഴ്സ് ഡൗൺ ആണ്. മാസ് നോക്കണെങ്കിൽ മാസ് വേഴ്സസ് EC ആണ്. പക്ഷേ മാസിനെയും ECക്ക് സോണിൽ കയറണം. അത് പക്ഷേ ഈ ഒരു സോണിലോട്ട് കയറാൻ കുറച്ച് കഷ്ടപ്പാടാണ്. EC നോക്കുകയാണെങ്കിൽ ഹെൽത്ത് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു ഹീൽ ബാറ്റിൽ EC ഡാർക്ക് ഇതോ തേഞ്ഞൊരുങ്ങി പോകുന്നു. നമുക്ക് നോക്കണെങ്കിൽ മാസ് അൻപാനാണെങ്കിൽ ആ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റാലിയുടെ അടുത്തോട്ടാണ് വരുന്നത്. അല്ല, മാസ് വേഴ്സസ് C30. ആൻഡ് വിപ്സി അവിടെ ഇറ്റാലിയയിലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നുണ്ട്. ഇറ്റാലിയ വേഴ്സസ് ടുങ് സഹൂറിനെ അവിടെ നോക്കായി. ടുങ് സഹൂറാണ് ഈ വട്ടവും ചത്തുപോയത്. അവൻ VC വരുമ്പോൾ അത് പറയുമായിരിക്കും എക്സ്പീരിയൻസ്. വിപ്സി അവിടെ ടുങ് സഹൂറിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. ആൻഡ് മാസ് അൺബാൻ അവിടെ വരുന്നു. ജോസൂട്ടി അവിടെ കയറുന്നുണ്ട്. ഇറ്റാലിയ വേഴ്സസ് TJക്ക് നല്ല രീതിയിൽ പണി കിട്ടിയ ഒരു അവസ്ഥയാണ്. ഇറ്റാലിയക്ക് നല്ല രീതിയിൽ 2 സൈഡിൽ നിന്നും നല്ലതുപോലെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് സോണിലേക്ക് കയറണം. DLX തൊട്ട് മുകളിലുണ്ട്. ഇറ്റാലിയക്ക് ടോട്ടലി പണി പാളിയതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്.
ആൻഡ് അവിടെ നിന്ന് ടി ജെ കൊമ്പൻ ഇസത്തേട്ടി അഗസ്റ്റിനെ അവിടെ നോക്കാക്കുന്നു. കൊമ്പന്റെ ഒക്കെ നല്ലൊരു നോക്ക്. നോക്കുകയാണെങ്കിൽ 40 സെക്കൻഡാണ് ബാക്കി. 40 സെക്കൻഡിൽ അവർ എല്ലാവർക്കും സോണകത്തോട് കയറണം. സോ ഇറ്റാലിയ ഓൾറെഡി കയറാനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് DLX അവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിക്ക് എന്തുകൊണ്ടും നല്ല പോലെ പണി പാളിയിരിക്കുവാണ്. എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. RC7 വേഴ്സസ് ഇറ്റാലിയ വേഴ്സസ് C30 പണിപാളി. RC7 ദ ഡൂബ് C30 ടെക്കോറിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. RZ7 സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു. RZ7 ഇപ്പോൾ തന്നെ 14 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. TJ വേഴ്സസ് ഇറ്റാലിയ. ജോസൂട്ടി അവിടെ നോക്കാവുന്നു. ഇറ്റാലിയ ജോസൂട്ടി അവിടെ ഫിനിഷ് ഓഫ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു കറക്റ്റ് തേർഡ് പാർട്ടി ആയിട്ട് അവിടുന്ന് RZ7 വരുന്നുണ്ട്. RZ7 അവിടെ നിന്ന് ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാമെന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇറ്റാലിയക്ക് നല്ലതുപോലെ TJക്കും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയിട്ട്. ഒസാക്ക അവിടെ നോക്കിടുന്നു. മാധവനുണ്ണി അവർ നോക്കിടുന്നു. ട്രാഗ് അവിടെ നോക്കുന്നു. TJ വൈപ്പിംഗ് ഓഫ് ആണ്. TJ വൈപ്പായിട്ടില്ല. TJയിൽ ഒരു പ്ലെയർ കൂടെ ബാക്കിയുണ്ട്. കറക്റ്റ് സമയത്ത് അവിടുന്ന് RZ7 കയറി വരുന്നുണ്ട്. RZ7 അവിടെ 14 കിലോ ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയ അവിടെ RZ7 വൈപ്പ് ഓഫ് ആക്കുമോ നമുക്ക് നോക്കാം. ഇറ്റാലിയ വേഴ്സസ് ഇറ്റാലിയക്ക്. പക്ഷേ ഇറ്റാലിയ സോണിനകത്തോട്ട് കയറുമ്പോൾ DLX അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DLX വേഴ്സസ് RZ7 നടക്കുമോ നോക്കാം. 8 ടീമുകൾ ഇനിയും ബാക്കിയുണ്ട്. അവിടെ DLX ആൻഡ് ഇവിടെ RZ7 നോക്കിക്കഴിഞ്ഞാൽ 21 കില്ലോട് കൂടി RZ7ന്റെ ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു. RZ7 ഇപ്പോൾ തന്നെ 80 പോയിന്റോളം സെക്യൂർ ചെയ്തിട്ടുണ്ട്. RZ7 അല്ല 70 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട് RZ7 ഇവിടെ. ചില മെമ്പേഴ്സ് കുറെ പേര് സോൺ ഔട്ടിൽ ഡൗൺ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ മാസ് നല്ലപോലെ ടാഗ് എടുക്കുന്നുണ്ട്. മാസ് നല്ലപോലെ പിക്ക് എടുക്കുന്നുണ്ട്. മാസ് ഡിവൈൻ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. DLX റൂട്ട് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. TJ അവിടെ വൈപ്പ് ആയിട്ടുണ്ട്. TJ വൈപ്പിംഗ് ഓഫ്. TJ 2 കില്ലോട് കൂടി അവിടെ വൈപ്പായി പോയിട്ടുണ്ട്. ആൻഡ് ഇവിടെ RZ7 23 കില്ലോട് കൂടി RZ7 ഇവിടെ നിൽക്കുന്നു. ആൻഡ് RZ7 വിപ്സിയെ അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. 4 ടീമുകൾ മാത്രം ബാക്കി. വെറും 4 ടീം ഫൈനൽസിന്റെ ഫൈനൽ മാച്ചില് വെറും 4 ടീമാണ് ബാക്കി. ഫ്ലിക്ക് ഇതാ എഴഞ്ഞു പോകണം. നമുക്ക് കാണാൻ നോക്കുകയാണെങ്കിൽ 4 പ്ലേയേഴ്സ് 4 ടീമും 17 പ്ലേയേഴ്സ് ഇറ്റാലിയ നേരത്തെ തന്നെ വൈപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഡർ ബോർഡ് ഒരു ചേഞ്ച് വരുമ്പോൾ ഒന്ന് കണ്ടറിയാം. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ. ലെറ്റ്സ് സീ ആരായിരിക്കും ഈ ഒരു ടൂർണമെന്റ് ചാമ്പ്യൻ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. കുറച്ച് പേര് കൂടെ ബാക്കിയുള്ളൂ. C30 ഡൗൺ ആയിട്ടുണ്ട് ടോട്ടല്. RC7 വേഴ്സസ് മാസ് വേഴ്സസ് ഒരു ടീം കൂടെ ഉണ്ടല്ലോ. CM ആണെന്ന് തോന്നുന്നു. ഇത് മാസ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് എന്തായാലും അവർക്കെടുത്ത് ജയിച്ചേ പറ്റുള്ളൂ. RZ7 ഇല്ല. RZ7 2 പ്ലേയേഴ്സും നോക്കായിട്ടുണ്ട്. അവിടെ CM അകത്തോട്ട് കയറി വരുന്നു. CM ലാസ്റ്റ് സർക്കിൾ. CM വേഴ്സസ് മാസ്. പാസ് 2ലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു മാധവനുണ്ണി. 24 കില്ല് കൊണ്ട് 30 പോയിന്റ് ആണ് RZ7 ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. 30 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു RZ7. ഡീപ്പ് അറ്റാക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അവർ കില്ല് കൊടുക്കുന്നില്ല. സോൺ ഔട്ടിലോട്ട് പോകുന്നുണ്ട് മാധവനുണ്ണി. സോൺ ഔട്ടില്ല. കില്ല് കൊടുക്കാൻ നോക്കുന്നു. ആൻഡ് ഫൈനൽ മാച്ച്. മാസ് ഇവിടെ ഒരു 19 കില്ലെടുത്ത് 29 പോയിന്റ് സെക്യൂർ ചെയ്ത് മാസ് തിരിച്ചു വന്നിരിക്കുന്നു. ആൻഡ് ഇതാണ് ഫൈനൽ മാച്ചിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. RZ7 24 കില്ലോട് കൂടി 30 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. മാസ് നോക്കുവാണെങ്കിൽ 19 കില്ലോട് കൂടി ആഷ്1 ആണ് 29 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. Z30 നോക്കുവാണെങ്കിൽ ആഷ്4 ആണ് 16 കില്ലോട് കൂടി 20 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ബ്ലാക്ക് സ്കോഡ് നോക്കുവാണെങ്കിൽ ആഷ്9 ആണ് 15 കില്ലോട് കൂടി 15 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ആഷ്5 RZ7X DLX ആണ് 7 കില്ലോട് കൂടി 10 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ആഷ്3 നമ്മുടെ ചോട്ടാ മുംബൈ ആണ് 2 കില്ലോട് കൂടി 7 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഇറ്റാലിയ നോക്കുവാണെങ്കിൽ ഇറ്റാലിയ ആഷ്8 ആണ് 5 കില്ലോട് കൂടി 6 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. TVA ആഷ്12 ആണ് 5 കില്ലോട് കൂടി 5 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് TJ ആഷ്7 ആണ് 2 കില്ലോട് കൂടി 3 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ ആഷ്6 ആണ് 0 കില്ലോട് കൂടി 2 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. മാഫിയ നോക്കുവാണെങ്കിൽ ആഷ്11 ആണ് 1 കില്ലോട് കൂടി 1 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് KVA ആഷ്10 ആണ് 0 കില്ലോട് കൂടി 0 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ഹിയർ വി ഗോ ദ പ്ലെയർ സ്റ്റാറ്റസ്.
സോ നോക്കുവാണെങ്കിൽ നൂബാണ് 5 കിലോയുടെ MVP ആയിട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ലോഡ് പ്ലാക്കോയും 5 കിലോയുടെ നിൽക്കുന്നുണ്ട്. മാസിലെ ബുള്ളോപ്പി 4 കില്ല്, മാസിലെ ഡിവൈൻ 4 കില്ല്, മാസിലെ അൻപ 4 കില്ല്, ഈ C30 ഡെക്കാറിയോ 4 കില്ല്, ബിഎസിലെ കോയ 3 കില്ല്, ആർസണലിലെ ജിൻസക്കായി 3 കില്ല്, ബിഎസിലെ വീറ്റം 3 കില്ല്, ആർസണലിലെ വിസ്റ്റം 3 കില്ല്, മാസിലെ ബീഫ് അറ്റാക്കി 3 കില്ല്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഫൈനൽസിന്റെ ഫൈനൽ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണ് ലീഡർ ബോർഡിൽ ഫസ്റ്റ് എന്ന്. സോ ഫൈനൽ മാച്ചിന്റെ ഗ്രാൻഡ് ഫൈനൽസിന്റെ റിസൾട്ട് വെബ്സൈറ്റില് നോഡ് ഇട്ട ലിങ്ക് ഇല്ലേ, അതിൽ കയറിയാൽ അതില് മറ്റേ ഇത് കാണിക്കണ്ട കേട്ടോ, ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കയറിയാൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ അതില്? അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഹിയർ വി ഗോ, ദ ഫൈനൽ റിസൾട്ട്. ഏറ്റവും ഫൈനൽ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പോവാണ് നമ്മൾ. ഫൈനൽ റിസൾട്ട് പാട്ടും കൊള്ളാം, ആ ബാക്ക്ഗ്രൗണ്ടില് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് നെഞ്ചിടിപ്പ് വരുന്ന ബാക്ക്ഗ്രൗണ്ട്. So, guys, here we go. I am revealing the final point table. നിക്ക്, ഞാൻ ഗ്രാൻഡ് ഫൈനൽസ് ആക്കിയില്ല. ഗ്രാൻഡ് ഫൈനൽസ് ആക്കിക്കോട്ടെ. 4 മാച്ചാ വന്നിട്ടുള്ളല്ലോ. അപ്ഡേറ്റ് ആയിട്ടില്ല. റീഫ്രഷ് ചെയ്താൽ മതിയോ? 2 മിനിറ്റ് അന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. F11 അടിച്ചോ? F11. ഇല്ലല്ല, വെയിറ്റ്, ഞാൻ ആയിട്ടില്ല. 4 മാച്ച് ആയിട്ടില്ല, 5 മാച്ച് ആയിട്ടില്ല. അല്ല, F11 ഫുൾ സ്ക്രീൻ ആക്കി. അത് അന്നേരം റീഫ്രഷ് അടിക്കാൻ പറ്റൂല, അതല്ലേ? ഞാൻ സ്ക്രീൻ ഐഡിയ ചെയ്തേക്കുവാ. കുഴപ്പമില്ല. കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ഹാർട്ട് അറ്റാക്ക് വരും. അവസാനത്തെ ആ റൗണ്ടിൽ ടോപ്പ് നിന്ന ടീംസ് ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതെ, ഒന്നും പറയണ്ട, ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ, ഇങ്ങനെ വേണമെങ്കിൽ മാച്ച് മാറാ. അയ്യോ, ഫിനിഷ് ചെയ്ത കാര്യമാണ് പറഞ്ഞത് ലാസ്റ്റ് റൗണ്ട്. എല്ലാരും കൂടി കേറാവും. ഇത് വേറെ അല്ലേ? വേറെ ടെൻഷൻ ആണല്ലേ? അല്ലല്ല, എനിക്ക് ടെൻഷൻ. ഇവർക്കാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ടെൻഷൻ ഇപ്പൊ. സത്യം. അയ്യോ, ഇതൊക്കെ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ആയി. ഇല്ല, ലോഡാവുന്നതേ ഉള്ളൂ. ആയി. 11 മാച്ചായി അല്ലേ? F11 അടിച്ചു. എന്റെ F11 അടിച്ചോ? നമ്മള് പറഞ്ഞായിരുന്നു എന്ത് സംഭവിക്കാം, ലീഡർ ബോർഡില് എന്ത് ചേഞ്ചും വരാന്ന്. So here we go, the final point table and final result of Eagle Gaming X Excellent is PvP, the Rampage the PvP tournament in the winner and the final scoreboard is here. And here we go, the final result is ഇറ്റാലിയ വിത്ത് 101 പോയിന്റോടുകൂടി ചാമ്പ്യൻ ആയിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തൊട്ട് താഴെ TVA വിത്ത് 81 പോയിന്റോടുകൂടി #2 ആയിരിക്കുകയാണ്. ആൻഡ് ടോപ്പ് 3യിലേക്ക് RZ7 ലൈനപ്പ് വന്നിരിക്കുന്നു 79 പോയിന്റോടുകൂടി. RZ7 മൂന്നാമത്തെ ഇതിലേക്ക് വന്നിരിക്കുന്നു. ആൻഡ് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വിത്ത് 64 പോയിന്റ് ആണ് നമ്മുടെ #4. ആൻഡ് TGA 58 പോയിന്റോടുകൂടി #5ലേക്ക് പോയിരിക്കുന്നു. ആൻഡ് എൽ ക്ലാസിക്കോ നോക്കിയാൽ #6ഓടുകൂടി 55 പോയിന്റ് എത്തിയിരിക്കുന്നു. ആൻഡ് #7 ഇവിടെ Z30 എൽ ക്ലാസിക്കോ 55 പോയിന്റ് ഷെയർ ചെയ്യുകയാണ്. ആൻഡ് മാസ് നോക്കിയാൽ #8ഓടുകൂടി 54
പോയിന്റ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് KVA ഇവിടെ നോക്കുകയാണെങ്കിൽ 46 പോയിന്റ് സെക്യൂർ ചെയ്ത് 9ാം സ്ഥാനത്താണ് KVA. ആൻഡ് 10ാം സ്ഥാനത്ത് ഛോട്ടാ മുംബൈ ആണ് 38 കില്ലോട് കൂടി 38 പോയിന്റോട് കൂടി ഛോട്ടാ മുംബൈ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് 11ാമത് RSL7X DLX ആണ് 35 പോയിന്റോട് കൂടി 11ാം സ്ഥാനത്ത്. അതുപോലെ മാഫിയ നോക്കുകയാണെങ്കിൽ 5 പോയിന്റോട് കൂടി 12ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട് ഈസ് ദിസ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഇറ്റാലിയ ഫോർ ബിക്കമിംഗ് ദ ചാമ്പ്യൻ ഓഫ് റാംപേജ്. ഈഗിൾ എക്സ് എക്സലൻസ് നടത്തിയ റാംപേജ് PvP ടൂർണമെന്റിന്റെ ചാമ്പ്യൻ ആയത് ഇറ്റാലിയാണ്. ആൻഡ് റണ്ണർ അപ്പ് ഈസ് TVA ആണ്. തലയെവെട്ട് മധോലോകം ഈസ് ദ റണ്ണർ അപ്പ്. ആൻഡ് RSL7 ഈസ് ദ സെക്കൻഡ് റണ്ണർ അപ്പ് ഹിയർ. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൾ ദ ടീംസ് ആൻഡ് പ്ലേയേഴ്സ്. ആൻഡ് നമുക്ക് MVP ലേക്ക് പോവാം. MVP ഗ്രാൻഡ് ഫൈനൽസിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്തിരിക്കുന്നത് ഒസാക്കയാണ്. ആൻഡ് ഓവറോൾ മാച്ചിൽ ഓൾ സ്റ്റേജസിലേക്ക് ഞാൻ പോവാണ്. ഹിയർ വി ഗോ. MVP ഓഫ് ദ ടൂർണമെന്റ് ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ടൂർണമെന്റ് MVP വിൽ ബി Villo Professor and Itachi sharing first place with 30 kills. 30 കില്ലോട് കൂടി വില്ലും ഇറ്റാച്ചിയും ഷെയർ ചെയ്തിരിക്കുന്നു ഒന്നാം സ്ഥാനം ഷെയർ ചെയ്തിരിക്കുന്നത് TVA വില്ലു പ്രൊഫസർ ആൻഡ് TVA ഇറ്റാച്ചിയാണ് 30 കില്ല്. 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നോക്കിയാൽ CMന്റെ ഒരു പ്ലെയർ ആണ്. ആൻഡ് തൊട്ട് താഴെ നമ്മുടെ KVAയിലെ ഷെയ്ഖ് മുഹമ്മദ് ഉണ്ട്. അതുപോലെ KVAയിലെ വിംപി ഉണ്ട്. TGAയിലെ റോബ് ലൂക്കി ഉണ്ട്. BS ക്യൂബൻ ഉണ്ട്. ആൻഡ് Z30 ഒഡിസി ഉണ്ട്. RSL7 വിസ്ഡം ഉണ്ട്. നീലകണ്ഠനുണ്ട്. നീലുണ്ട്. TGA സുരേഷ് ഉണ്ട്. മാസ് അൺബാൻ ഉണ്ട്. TVS സ്നൈപ്പ് ഉണ്ട്. മെസ്ബോയ് ഉണ്ട്. IGL ത്രാഗ് ഉണ്ട്. സോ ഇതാണ് ദ ഫൈനൽ റിസൾട്ട്സ്. ആൻഡ് പ്രൈസ് മണി ടൂർണമെന്റിന്റെ പ്രൈസ് മണി 3 ദിവസത്തിനുള്ളിൽ എല്ലാ ടീംസുകളുടെയും കയ്യിൽ അവരവരുടെ പ്രൈസ് പൂൾ എത്തുന്നതായിരിക്കും. ആൻഡ് എല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടീമിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ എല്ലാ പ്രൈസ് മണിയും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ആൻഡ് സ്ലോട്ടിന്റെ കാര്യം ഞാനല്ല ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ടോപ്പിൽ വന്ന 2 ടീമുകൾക്കും ഇവിടെ സ്ലോട്ട് ഇല്ല ആക്ച്വലി. സോ അപ്പോൾ ആ ഒരു സ്ലോട്ടിന് വേണ്ടി ആരായിരിക്കും ഫൈറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഡിസിഷൻ എടുക്കുന്നത് ഞാനല്ല. സോ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാണ്. വലിച്ചോട്ടാ പാപ്പ വേണ്ട. ഒരു മിനിറ്റ്. ആൻഡ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാപ്പ ഞാൻ ഈ ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് കൊണ്ട് പറയുവാണ്. അല്ല ടൂർണമെന്റ് സ്പെക്ക് ചെയ്തത് കൊണ്ട് ഇല്ല, ഞാൻ പറയുവാണ്. ഞാൻ പറയട്ടെ. ടൂർണമെന്റ് സ്പെക്ക് ചെയ്തുകൊണ്ട് പറയുവാണ്. ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീംസും ഡിസേർവ്ഡ് ആണ്. ആൻഡ് എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ വിൽ ബി അത് എക്സ്ലാൻഡിസ്റ്റിന്റെ അഡ്മിൻ പാനലിൽ നിന്നായിരിക്കും. ആൻഡ് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇതിൽ ടോപ്പ് നിൽക്കുന്ന 3 ടീമും വേൾഡ് ഡിസേർവ്ഡ് ടു ബി പ്ലേ ഇൻ എക്സ്ലാൻഡിസ്. ആൻഡ് ബാക്കി ഡിസിഷൻസ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എക്സ്ലാൻഡിസിന്റെ പേജിൽ കൂടെ അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിസൾട്ട്. സോ എന്തായാലും നമുക്ക് ആൻഡ് ഓവറോൾ പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ TVA 11 മാച്ചും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ TVA ടോപ്പ് ഓഫ് ദ ഓവറോൾ സ്റ്റാൻഡിങ് വിത്ത് 276 പോയിന്റ് ആണ് TVA സെക്യൂർ ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയ നോക്കുകയാണെങ്കിൽ കില്ലിനേക്കാളും ഇമ്പോർട്ടൻ്റ് അവർ പ്ലേസ്മെന്റ് പോയിന്റുകൾക്കാണ് നോക്കിയിരിക്കുന്നത്. ആൻഡ് പ്ലേസ്മെന്റ് പോയിന്റ് നല്ല രീതിയിൽ എടുത്ത് ഇറ്റാലിയ 238 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് KVA ആണ് 217 മൂന്നാമത്. മാസാണ് 4ാം സ്ഥാനത്തും. TGA ആണ് 5ാം സ്ഥാനത്തും. Z30 6ാം സ്ഥാനത്തും. RSL7 7ാം സ്ഥാനത്തും. KVA 8ാം സ്ഥാനത്തും. ഛോട്ടാ മുംബൈ 9ാം സ്ഥാനത്തും. TVA X CSK 10ാം സ്ഥാനത്തും ആണ് വന്നിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് എവരി വൺ.